ഇപ്പോൾ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സ്പേസ് ആണല്ലോ സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഒരു എന്താ പറയുക എസ്തെറ്റിക്സ്, സിനിമയുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പോൾ ഓരോരോ ഘട്ടം കടന്നിട്ട് വേണം ഒരു സിനിമ എത്താൻ. ചിലപ്പോൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടി നമ്മൾ ലോഞ്ച് ചെയ്ത സിനിമ ചിലപ്പോൾ നടക്കണം തന്നെ നിർബന്ധമില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് പെർഫോം ചെയ്ത സിനിമ ചിലപ്പോൾ ബോക്സ് ഓഫീസിൽ ഫെയിൽ ചെയ്യാം. ഭയങ്കര ഈസി ആയിട്ട് ചെയ്ത സിനിമ ഭയങ്കരമായിട്ട് വിജയിക്കാം. ഈ മാജിക്, ഇതിനോടൊരു ടാഞ്ചിബിലിറ്റി, ഒരു കറക്റ്റായിട്ട് എന്താ നടക്കണേ ഇവിടെ, അത് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടോ? ഇല്ല, അത് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഫാക്ടർ ആണല്ലോ ഒരു സിനിമേൻ്റെ ഒരു സ്വാരസ്യമായുള്ള ഒരു വിഷയം. എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ പിന്നെ എല്ലാ പടം സക്സസ് ആയിരിക്കില്ല. സോ ഇപ്പോൾ പടം എടുക്കുമ്പോൾ ആരും പടം ഫെയിലിയർ ആവണമെന്ന് പടം എടുക്കുന്നില്ല. എല്ലാവരും പടം സക്സസ് ആവണം, അത് എല്ലാ മാക്സിമം ഓഡിയൻസിന് പോയി റീച്ച് ആവണം എന്നുള്ളൊരു ഒരു കോൺഫിഡൻസോട് കൂടിയാണ് പടം എടുക്കുന്നത്. ബട്ട് സംവേർ നമ്മൾ എടുക്കുന്ന പടങ്ങൾ ചിലപ്പം അത് എക്സ്പെക്ട് ചെയ്ത ഓഡിയൻസിന് പോയി റീച്ച് ആകുന്നില്ല. വേറെ കാരണങ്ങളുണ്ടാവും. ബട്ട് പക്ഷെ ആ ട്രൈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. ഓക്കെ, വി ബിലീവ് ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ ഓക്കെ മാക്സിമം അത് ബെസ്റ്റായിട്ട് കൊണ്ടുപോകണം, ബെസ്റ്റായിട്ട് മേക്ക് ചെയ്യണം, ബെസ്റ്റായിട്ട് ഓഡിയൻസിന് റീച്ച് ചെയ്യണം എന്നുള്ള ഒരു എഫേർട്ടിലാണ് പടം ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ക്യാൻ മിസ് എനിവർ. സോ ആ മിസ്സിങ് ഫാക്ടർ എന്താണെന്ന് നമുക്ക് ആരും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ്സ് എ വെരി ഗെസ്സിങ് ഫാക്ടർ. അത് നോബഡി ഹാസ് മാസ്റ്റേർഡ് ഇറ്റ്, അതാ പറയാ. സോ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഫാക്ടറാണ് ഈ സിനിമ. അനന്തൻകാടിൽ എന്താ ഇഷ്ടപ്പെടുത്തിയ ഒരു ഫാക്ടർ? അനന്തൻകാട് എന്ന് വെച്ചാൽ ഒരു വലിയൊരു സ്കെയിലുള്ള ഒരു പടമാണ്. ആൻഡ് കുറെ കാലം ഒരു മലയാളത്തിൽ ഒരു ഹീറോ ആയിട്ട് ഒരു പടം ചെയ്യണം, മലയാളം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഉറുമി, ഡബിൾ ബാരൽ, ഗ്രേറ്റ് ഫാദറിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കറക്റ്റായ ഒരു മലയാളം ഫിലിം ചെയ്യാനുള്ള ഒരു സ്പേസോ ഇല്ല, അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റോ എനിക്ക് വലിയ സെറ്റായിട്ടില്ല. സോ ബട്ട് ഈ പടം മുരളി ഗോപി സർ എഴുതിയ പടം, വിജയൻ കൃഷ്ണകുമാർ ഡയറക്റ്റ് ചെയ്യുന്ന പടം, വാട്ട് ഐ ലൈക്ഡ് വാസ്, ഇപ്പൊ എന്ത് ഞാനൊരു ആക്ടറായി മലയാള പടം ചെയ്താലും ദേ ഹാവ് ഒരു ലേബിൾ ഉണ്ടല്ലോ. ഞാൻ ഒരു തമിഴ് ആക്ടറാണ്, ഐ എം എ മലയാളി, ബട്ട് ഒരു തമിഴ് ആക്ടർ എന്നുള്ള ഒരു ലേബിൾ. എന്താ വെച്ചാൽ കുറേ പടങ്ങൾ ഞാൻ തമിഴ് മെയിൻ ലീഡായി ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കാണുമ്പോൾ പോസ്റ്ററോ എന്തെങ്കിലും കണ്ടെങ്കിൽ അവർ പറയുന്നത് ഇറ്റ്സ് എ തമിഴ് ഫിലിം. അപ്പൊ ഇത്രയും ആർട്ടിസ്റ്റ് എല്ലാം മലയാളം ആക്ടേഴ്സാണ് പോസ്റ്ററിൽ, ഞാൻ മാത്രമേ ഉള്ളൂ തമിഴ് ആക്ടർ. പക്ഷെ പോസ്റ്റർ കണ്ടിട്ട് പറയോ ഇത് തമിഴ് പടമാണ്. ഇതേ പോസ്റ്റർ തമിഴ്നാട്ടിൽ കാണിച്ചാൽ പറയോ ഓ ഇത് മലയാള പടമാണ്. സോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇതാണ് എന്ന് വെച്ചാൽ ഞാനൊരു മെയിൻ സ്ട്രീം തമിഴ് ആക്ടർ ആയതുകൊണ്ട് ഇപ്പൊ എൻ്റെ ഒരു ഫേസ് ഇട്ടുകൊണ്ട് അത് മലയാളം പടവും തമിഴ് പടമാകുന്നു. സോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലുള്ള ഒരു സ്പേസിലാണ് ഞാനുള്ളത്. സോ ബട്ട് ഈ പടത്തിലെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഈ മുരളി സാറിന്റെ സ്ക്രിപ്റ്റില് ഈ ഒരു തമിഴ് ക്യാരക്ടർ ട്രിവാൻഡ്രം വരുന്ന പോലെയാണ് കഥ. സോ ഈ പടത്തിൽ ഞാൻ സംസാരിക്കുന്ന തമിഴാണ് സംസാരിക്കുന്നത്. സോ ഇപ്പൊ പെട്ടെന്ന് ഞാൻ കയറി മലയാളം പഞ്ച് ഡയലോഗെല്ലാം അടിച്ച മേ ബി ഓഡിയൻസിന് കുറച്ചൊരു എവേ ആയിരിക്കും, ഇത് ഡബ് മലയാളത്തിൽ ഡബ് ചെയ്ത് തോന്നും. പക്ഷെ ഇത്രയും ആർട്ടിസ്റ്റ് ഒക്കെ എല്ലാം വെരി പ്രോമിനന്റ് ആക്ടേഴ്സ് ഫ്രം മലയാളം. ഈ ക്യാരക്ടർ മാത്രമാണ് തമിഴിൽ നിന്ന് വരുന്നത്. സോ ഈ പടത്തിലെ ബ്യൂട്ടി എന്ന് വെച്ചാൽ മലയാളം ആക്ടേഴ്സ് ഒക്കെ മലയാളത്തിൽ സംസാരിക്കും, തമിഴ് ആക്ടേഴ്സ് തമിഴിൽ സംസാരിക്കും. ആൻഡ് തെലുങ്ക് ഇപ്പൊ സുനിൽ ക്യാരക്ടർ തെലുങ്ക് മിക്സ് ചെയ്ത ഒരു മലയാളം സംസാരിക്കും. മലയാളത്തിൽ എന്താ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ മലയാളം സിനിമയിൽ എന്തെങ്കിലും ബാംഗ്ലൂർ കാണിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ കന്നഡ സംസാരിക്കുമ്പോൾ അവർ കന്നഡത്തിൽ തന്നെ സംസാരിക്കും. അത് വന്നിട്ട് മലയാളത്തിൽ ഡബ് ചെയ്യണമെന്ന് ആവശ്യമില്ല. സോ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ നേറ്റിവിറ്റി ഓക്കെ. ഇപ്പൊ എന്താ നോർത്തിൽ പോയാണെങ്കിൽ കുറച്ച് ഹിന്ദി സംസാരിക്കും, കുറച്ച് തെലുങ്ക് സംസാരിക്കും. സോ പീപ്പിൾ ആർ യൂസ് ടു ആ കൈൻഡ് ഓഫ് ഇത്. പ്ലസ് തമിഴ് ഇസ് നെവർ എ പ്രോബ്ലം. മലയാളീസിന് വന്നിട്ട് തമിഴ് ഡയലോഗ്സോ തമിഴ് സിറ്റുവേഷൻസോ ഇസ് നെവർ എ പ്രോബ്ലം. ഇപ്പൊ മഞ്ജുമൽ ബോയ്സിലും പറഞ്ഞാൽ നിറയെ കുറെ തമിഴ് ഡയലോഗ്സ് ഉണ്ട്. തമിഴ് പടം എന്നുള്ള രീതിയിലാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഐ ഫെൽറ്റ് ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു മലയാളം പടം ഫുൾ ലെങ്ത് ചെയ്യാൻ പറ്റുമ്പോൾ ഐ തോട്ട് ഇറ്റ് വാസ് ഈസി. സോ പീപ്പിൾ കണക്ട് ചെയ്യാനും ഒരു ഈസിയായ ഒരു ഐഡന്റിഫിക്കേഷൻ. ഒക്കെ ഒരു തമിഴ് ആക്ടറാണ് ഈ മലയാള പടത്തിൽ അഭിനയിക്കുന്നത് ഒരു ഫീൽ വരും. അങ്ങനെയുള്ള ഒരു ദാറ്റ് വാസ് ദ ഫസ്റ്റ് തോട്ട്. ആൻഡ് സെക്കൻഡ് തിങ്, ഈ സ്ക്രിപ്റ്റിന്റെ വാസ്റ്റ്നെസ്
ഇപ്പൊ എല്ലാ ക്യാരക്ടറും ഇന്ദ്രൻസ് ചേട്ടൻ്റെ ക്യാരക്ടർ, വിജയരാഘവൻ സാറിന്റെ അപ്പാനി ശരത്, ദേവ് മോഹൻ, ശാന്തി, സുനിൽസ് ക്യാരക്ടർ, എല്ലാവരുടെ ക്യാരക്ടേഴ്സ് വന്നിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടാവും പടത്തിൽ. സാറിന്റെ ക്യാരക്ടറൊക്കെ വളരെ ഒരു ഇമോഷണൽ, വളരെ പെർഫോമൻസ് ഓറിയന്റഡ്. മുരളി ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. സോ എല്ലാ ക്യാരക്ടറും ഇൻ ഡെപ്ത് ആയിട്ടുള്ള ഒരു സ്കെയിലുള്ള ഒരു പടമാണ്. സോ എൻ്റെ ക്യാരക്ടർ ട്രിവാൻഡ്രം വന്നതിന് ശേഷം എന്ത് നടക്കുന്നു, എന്താണ് ഇവരുടെ സിറ്റുവേഷൻ, വാട്ട് ഈസ് മൈ ബാക്ക് സ്റ്റോറി, വാട്ട് ഈസ് ദെയർ സ്റ്റോറി, എല്ലാം വാട്ട് ഹാപ്പൻസ് വെൻ ഓൾ ദിസ് വേൾഡ് മീറ്റ്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു പൊളിറ്റിക്കൽ ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്ന ഒരു കഥയാണ്. സോ പൊളിറ്റിക്കൽ ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ആ പൊളിറ്റിക്കൽ ആ 1980s, ലേറ്റ് 80s, 1990s ബിഗിനിങ്ങിൽ ഇല്ല ആ പൊളിറ്റിക്കൽ ടേം അതിൽ എക്കണോമിക് സിറ്റുവേഷനിൽ നടക്കുന്ന അതിൻ്റെ എഫക്ട്സ് ഉള്ള ഒരു കഥ. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് വാട്ട് ഇൻട്രസ്റ്റഡ് മീ. ചേട്ടാ, ഈ പുതിയ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടോ? അപ്പൊ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും തെലുങ്ക് നാട്ടിലും ഒക്കെ ഭയങ്കര ആരാധക വൃന്ദമുണ്ട്. അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഞാൻ കുറെ അങ്ങ് മെച്ചപ്പെട്ടു പോയി, അങ്ങനെ ആലോചിക്കാറുണ്ടോ? ഒരു സ്വപ്നം പോലെ തന്നെ തോന്നും. അവിടെ പോയിട്ട് നമുക്ക് അങ്ങനെ ഒരു നമുക്ക് ചെയ്യാൻ പാകത്തിനൊരു കഥാപാത്രം കിട്ടുക, അത് വലിയൊരു താരത്തിനൊപ്പം ഉണ്ട് എന്ന് പറയാം. അത് ഒരു സ്വപ്നം പോലെ തന്നെ. നമുക്ക് അങ്ങോട്ട് പോകാനും ആ ഭാഷ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമല്ല, അപകടമാണെന്ന് അറിയാം. എന്നിട്ടും അതിൻ്റെ ഡയറക്ടർ തന്നൊരു ധൈര്യം, മലയാളി ക്യാരക്ടർ, പറ്റുന്ന തമിഴ് അറിയാത്തൊരു ഭാഷ പറയുമ്പോഴുണ്ടാവുന്ന ന്യൂനതകളൊക്കെ സഹിച്ചോളാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതായെങ്കിലും പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടത്തെ സ്റ്റാർസ് ഒന്നും ചിലപ്പോ ഇന്ദ്രൻസ് ചേട്ടൻ അത്രയും ചെയ്യുന്നു. അതായത് ഇന്ദ്രൻസ് ചേട്ടൻ എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ദ്രൻസ് ചേട്ടൻ എപ്പോഴും സെറ്റിൽ ഒരു ലൈറ്റ് ബോയ്ക്കുള്ള സൗകര്യങ്ങൾ മാത്രം ആവശ്യപ്പെടുന്നു എന്നുള്ള കാര്യമൊക്കെ നോട്ടീസ് ചെയ്തിട്ട് അത്ര പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ സൂര്യ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഓരോ സ്വഭാവ സവിശേഷതകൾ എടുത്തെടുത്ത് ഓഡിയോ ലോഞ്ചിലൊക്കെ പറയുന്നത്. എന്നേക്കാൾ കൂടുതൽ ഷോ സ്റ്റീലർ ആവാൻ പോകുന്നത് ഇന്ദ്രൻസ് ചേട്ടനാണ് നിൽക്കുന്നത്. അപ്പൊ പുറത്തെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു അനുമോദനവും ആ ശ്രദ്ധയും ഉണ്ടല്ലോ. അതായത് നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കൂടിയാ ശ്രദ്ധിക്കുന്നത്. അത് എത്രമാത്രം സന്തോഷം തരുന്നതായിരുന്നു. വലിയ സന്തോഷമാണ്. നമ്മള് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാതെ പതുങ്ങി എൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കഴിഞ്ഞു പോകാന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അതിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അയ്യോ എല്ലാവരും അത് വാച്ച് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, ഒതുങ്ങണമെന്നൊക്കെ തോന്നുന്നു. അപ്പൊ ഇപ്പോ റിയാലിറ്റി ഷോന് ശേഷം എന്താണ് ഇനി അപ്പാനി പുതിയതായിട്ട് വരുന്നത് എന്നുള്ളൊരു ആഗ്രഹം കൂടി, റീഇൻവെന്റിങ് അപ്പാനി നടക്കുമോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ സെലക്റ്റീവായിട്ട് പണ്ട് ഇപ്പോൾ ഒരു 2 കോടിയിൽ താഴെ ഒരു ഫൈറ്റുള്ള പടം ഉണ്ടെങ്കിൽ അതിൽ അപ്പാനിയെ കാസ്റ്റ് ചെയ്യുന്ന പ്രവണത ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അപ്പാനി തന്നെ മാറി നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രമാത്രം ശ്രദ്ധയുണ്ട് ഇനി അങ്ങോട്ടേക്ക് പടം എടുക്കുമ്പോൾ? അത് അപ്പാനി സൂട്ട് ഇട്ടിട്ട് അല്ല, അനന്തൻകാടാണ് എന്നെ സംബന്ധിച്ച് ഇനി എൻ്റെ കരിയറിലേക്കുള്ള ഏറ്റവും വലിയൊരു ചവിട്ടുപടി എന്ന് പറയുന്നത്. കാര്യം അനന്തൻകാടിലെ എൻ്റെ ക്യാരക്ടർ മുരളിച്ചേട്ടൻ എന്നെ വിളിച്ച് തരുന്ന ആ മൊമെന്റ്സ് തൊട്ട് സിനിമ 25th റിലീസാകാൻ പോകുന്നു, അതുവരെ ഞാൻ വളരെയധികം ഭയങ്കര പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇനി അങ്ങോട്ട് എനിക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാളത്തിലും അല്ലെങ്കിൽ അതർ ലാംഗ്വേജിലും എന്നെ തേടി വരും. അതിനുള്ള ഒരു പെർഫോമൻസ് എനിക്ക് ഈ അനന്തൻകാടിലൂടെ ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇത്രയും വലിയൊരു ക്രൂവിനൊപ്പം ഇത്രയും വലിയൊരു ക്യാൻവാസിലൊരു സിനിമ ഒരുപക്ഷെ എൻ്റെത് ആദ്യമായിട്ടായിരിക്കും. കാരണം അങ്കമാലി ഡയറീസ് തൊട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ബഡ്ജറ്റ് ബേസിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ക്യാൻവാസ് മൂവി എന്ന് പറയുന്നത് അനന്തൻകാട് തന്നെ ആയിരിക്കും. എല്ലാ ആക്ടേഴ്സിനെ പോലെ തന്നെ നമുക്കും ഓരോ സിനിമയും ഓരോ ചവിട്ടുപടികളാണ് എന്നെ സംബന്ധിച്ച്.